ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ആപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് കുറച്ച് ആപ്പിൾ തന്നു. അവരുടെ ആപ്പിൾ മരത്തിൽ ഉണ്ടായ ആപ്പിളാണ്. അപ്പോൾ ഈ ആപ്പിൾ നല്ലതായിട്ട് മൂത്ത് പഴുക്കാറായതല്ല, ഇതൊരു പിഞ്ചോട് കൂടിയ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ആപ്പിൾ അച്ചാറിടാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്കിനി എങ്ങനെ ആപ്പിൾ അച്ചാറിടാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ആപ്പിളെല്ലാം കനം കുറഞ്ഞ് ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ഈ അരിഞ്ഞ് വെച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ. കായപ്പൊടി ചേർത്തത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1-2 മണിക്കൂർ നമുക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അച്ചാർ ഉണ്ടാക്കുന്നതിനാവശ്യമായ പാത്രം ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നല്ലതായി പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറും. ഇതിപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ആപ്പിളിൻ്റെ ആ മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആപ്പിളിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് മിക്സായിട്ട് വരണം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അച്ചാർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം. നമ്മൾ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ ആപ്പിളിൻ്റെ അച്ചാർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക.